ഹരിച്ചേട്ടാ, നമസ്കാരം. ഹരിച്ചേട്ടാ, ഈ നമ്മുടെ ഫ്രഞ്ച് മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ, അതിൻ്റെ വിവരങ്ങളാണ്. അത് എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണ് അതിൻ്റെ പുറകിൽ തുടങ്ങി, അത് എത്ര നാളായി, അതിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് രാജ്യാന്തര സമൂഹം വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത്, ഇന്ത്യ പ്രത്യേകിച്ചു. എന്താണ് ചേട്ടാ ഇതിൻ്റെ വിശദാംശങ്ങൾ? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? അതായത് ഒരാഴ്ചയോളമായി ആ, ഫ്രഞ്ച് മാധ്യമമായ ലേ സ്പെക്ടക്കിൾ എന്നൊരു പ്രസിദ്ധീകരണത്തില് ആ, പാകിസ്ഥാനിലെ ബഹവൽപൂർ എന്ന നഗരത്തിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ 2 ഭീകര പരിശീലന കേന്ദ്രങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു. അതിലൊന്ന് മർക്കസ് സുബാനള്ള എന്നൊരു കേന്ദ്രമാണ്. ആ, രണ്ടാമത്തേത് ഒരു പള്ളിയായ ഉസ്മാൻ അലി മോസ്ക് എന്ന് പറയുന്ന ആ പള്ളിയിലാണ് ഈ ഭീകര പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും ആ, മസൂദ് അസർ, ജെയ്ഷർ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ആ, ഇതാണ് പിന്നെ ഈ ലേ സ്പെക്ടക്കിൾ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിദ്ധീകരണം ഒരാഴ്ചക്ക് മുമ്പ് പുറത്തുവിട്ട പുറത്തുവിട്ടു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അതായത് ഇത് പുറത്തുവിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? ആ, അതായത് ഇങ്ങനെ ഒരു വിവരം പുറത്തുവിട്ടാൽ എന്താ അതിന്റെ അർത്ഥം? സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു പ്രതി ഒരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കുന്നു, ആ പ്രതി ആ, ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞൊരു പത്രവാർത്ത വന്നാൽ ആ പ്രതിയെ പിടിക്കാൻ എളുപ്പമാവുമല്ലോ. അതെ അതെ. അപ്പം ഇതാണ് അതിന്റെ ഒരു പ്രത്യാഘാതം. പിന്നെ അതിനേക്കാൾ വലിയ വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഇന്ന് പുറത്തു വന്നു. ആ, മനസ്സിലായോ? അത് എന്താണത്? അതായത് ആ, ജെയ്ഷെ മുഹമ്മദ് തലവൻ ആയ മസൂദ് അസർ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചു താമസിക്കുമായിരുന്നു. അതെ. ഇയാൾക്ക് ഇന്നലെ ഹൃദയസ്തംഭനം ഉണ്ടായി. ഓ, ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് ആ, അറ്റാക്ക് വന്നിട്ട് ഇയാളെ പെട്ടെന്ന് തന്നെ ആ, അടിയന്തര ചികിത്സക്കായിട്ട് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇയാളെ ചികിത്സിക്കാനായിട്ട് ഇസ്ലാമാബാദിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാര് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ, അത്രമാത്രമേ പാകിസ്ഥാൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ. ആ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇന്നലെ ആ, ലഷ്കർ ഇ തയ്യബ, ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തയ്യബയുമാണ് പാകിസ്ഥാനിലെ ഏറ്റവും കൊടും ഭീകര സംഘടനകൾ. അതിൽ അതെ. ലഷ്കർ എ തയ്യബയാണ് ബോംബെയിലെ കുപ്രസിദ്ധം ബോംബെ താജ് അറ്റാക്കും അതുപോലെ നിരപരാധികളെ വധിച്ച ആ ഒരു ആക്രമണം എക്സിക്യൂട്ട് ചെയ്തതും അത് ആസൂത്രണം ചെയ്തതും ലഷ്കർ എ തയ്യബയാണ്. ആ, അതിന്റെ രണ്ടാമത്തെ തലവൻ, ആ, അതായത് പിന്നെ ഹഫീസ് സെയ്ദാണ് അതിന്റെ തലവൻ. തലവൻ. അതിന്റെ രണ്ടാമത്തെ ചോദിക്കൂ, എന്താ ചോദിക്കാൻ വന്നത്? ഞാനിത് അല്ല പറഞ്ഞു ചേട്ടാ, തീരട്ടെ. ഞാൻ പറഞ്ഞോളാം. അത് അങ്ങ് ഇത് പറഞ്ഞു പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ചോദിക്കാം. എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതിപ്പോൾ പറഞ്ഞു വന്നത് ആ, പൂർത്തിയാക്കിക്കൊള്ളൂ. അതായത് രണ്ടാമനായ അബ്ദുൾ റഹ്മാൻ മക്കി, ആ, അയാൾ ഹാർട്ട് അറ്റാക്ക് മൂലം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉവ്വ്. അയാൾ മരിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ആ, കൊല്ലപ്പെട്ടത് എന്ന് പ്രയോഗിച്ചത് ആ, മരണത്തിൽ ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ടുകൂടാണ്. ഓ, ഓ, മനസ്സിലായോ? ആ, അപ്പോൾ ഇതാണ്, അതായത് ഈ ഭീകര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള പിന്നെ വിവരങ്ങൾ വിശദാംശങ്ങൾ പുറത്തു. ഫ്രഞ്ച് വരികയും അതും തന്നെ ആ, ഈ 2 ഭീകര സേനകളുടെയും തലവന്മാര് ആ, ഒരാൾ മരിച്ചു കഴിഞ്ഞു, മറ്റൊരാൾ മരണവുമായി മല്ലടിക്കുന്നു. ആ, അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇനി ചോദിച്ചു. ആ, ചേട്ടാ, ഞാൻ സംഗതി വളരെ ഗൗരവമുള്ളതാണ്. ഇപ്പം നമ്മുടെ തൊട്ടയൽ രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ബോംബെ അറ്റാക്ക് അങ്ങ് സൂചിപ്പിച്ചല്ലോ, ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ ചോദ്യം, ഈ കാര്യം, ഈ ഫ്രഞ്ച് പത്രം അല്ലെങ്കിൽ ഫ്രഞ്ച് പ്രസിദ്ധീകരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ കാര്യം നമ്മുടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം വാർത്തയാക്കിയിട്ടുണ്ടോ? ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു ആ, ഫ്രഞ്ച് പത്ര പിന്നെ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ.
പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ചർച്ച ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം ഈ പിന്നെ മസൂദ് അസറിന്റെ മസൂദ് അസറിനെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്നതും ഇതൊന്നും ചില പത്രങ്ങള് റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം, മസൂദ് അസർ പാകിസ്ഥാനിൽ ഇല്ല എന്നാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക നിലപാട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ UAPA കേസ് പ്രകാരം UAPA പ്രകാരം ഇന്ത്യയിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളാണ്. ഇയാളെ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭ പോലും കുറ്റവാളിയെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ്, ഭീകരനായിട്ട്. അപ്പോൾ ഇയാൾ പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളതാണ് പാകിസ്ഥാന്റെ നിലപാട്. ഒരുപക്ഷെ പാകിസ്ഥാന്റെ നിലപാടിനെ പിന്തുണയ്ക്കാനായിരിക്കും ഇങ്ങനെ ഒരു സംഭവം കേരളത്തിലെ പത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയാൻ വയ്യ. പക്ഷേ കേരളത്തിൽ ധാരാളം സുഹൃത്തുക്കളുണ്ടല്ലോ. പാകിസ്ഥാനിലൊരു പിന്നെ പ്രകൃതി ദുരന്തം വന്ന സർക്കാർ 15 കോടിയായിട്ട് അങ്ങോട്ട് ഓടിയല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെക്കാൾ വലിയ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബന്ധപ്പെടുന്ന ഒരു സംഘം ആൾക്കാർ കേരളത്തിലുണ്ടെന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. ഞാൻ പറഞ്ഞത് ഇത് യഥാർത്ഥത്തില് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നൊരു ചോദ്യം ഇപ്പോഴുണ്ട്. ശരിക്കും ഒരു ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകന് ബഹവൽപൂരിൽ പോയിട്ട് ഇത്തരം വിശദാംശങ്ങൾ ഫോട്ടോ സഹിതമാണ് വന്നത്. അത് സാറ്റലൈറ്റ് ഫോട്ടോസ് ആണ്. ഇത് വന്നത് ഒന്നുകിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പോലീസായ മൊസാദ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റോ, അതല്ലെങ്കിൽ CIA, ഈ 3 ഏജൻസികളിൽ ആരോ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതുമായി ഇതിന്റെ ഒരു പരിണാമം, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇവർക്ക് സംഭവിച്ച ഈ ഹാർട്ട് അറ്റാക്ക് അത് യഥാർത്ഥത്തിൽ ഹാർട്ട് അറ്റാക്ക് ആണോ എന്നൊരു ചോദ്യം ഇപ്പൊ വരുന്നുണ്ട്. അതായത് ഇൻഡ്യൂസ്ഡ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അതായത് ചില കെമിക്കൽസ് കൊടുത്താൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അതിൽ അലൂമിനിയം ഫോസ്ഫേറ്റ്, നമ്മുടെ ഈ എലിവിഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോസ്ഫേറ്റ് അതുപോലെ കൊടുക്കുമല്ല, അത് ഉപയോഗിച്ച് ചില കോമ്പിനേഷൻസിലൂടെ ചില പിന്നെ ഡ്രഗ്സ് കൊടുത്തിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാറുണ്ട് ഈ ചാരസംഘടനകൾ. അങ്ങനെ ചില ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം ആളായി പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് മക്കിയും അസറും, മസൂദ് അസറും. അപ്പോൾ ഇവര് രണ്ടുപേരും ഒരു സുപ്രഭാതത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇവർക്ക് ഹാർട്ട് അറ്റാക്ക്, അത് വെറും എല്ലാം യാദൃശികമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നമുക്ക് തെളിവൊന്നുമില്ല, പക്ഷേ സാഹചര്യ തെളിവുകൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇതിൽ മറ്റാരുടെയോ കൈ ഉള്ളതുപോലെ സംശയം തോന്നുന്നു. കാരണം ഇതെല്ലാം ഒരു സീക്വൻസ് ആണ് ഈ സംഭവങ്ങൾക്കുള്ളത്. കാരണം ഇവരുടെ വിശദാംശങ്ങൾ പുറത്ത് വിട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ അപകടത്തിലാണെന്നുള്ളത്. അതായത് ഓരോ കേന്ദ്രങ്ങളിലും, ഈ ബഹവൽപൂരിലെ ഞാൻ ഈ പറഞ്ഞ രണ്ട് കേന്ദ്രങ്ങളിലുമായി ഏതാണ്ട് 1000 തീവ്രവാദികൾക്ക് ഒരേ സമയം പരിശീലനം കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അതിനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ ഇത് വെളിയിൽ വന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ ഒരു 3 ബ്രഹ്മോസ് മിസൈൽ അയച്ചാൽ തന്നെ ഈ കേന്ദ്രങ്ങൾ മിക്കവാറും തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ കുറച്ചു നാളിന് മുമ്പ്, 1 വർഷത്തിന് മുമ്പ് നമ്മൾ തെളിയിച്ചിരുന്നു, പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് തടുക്കാൻ പറ്റില്ലെന്ന്. കാരണം അന്ന് അവര് പിന്നെ വാർഹെഡ് ഇല്ലാത്ത, അതായത് സ്ഫോടക വസ്തു ഇല്ലാത്ത ഒരു സാധാരണ മിസൈലാണ് അയച്ചത്. അപ്പൊ ഇനി സ്ഫോടക വസ്തു കൂടി അയച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിച്ചാൽ മതി. ചോദിച്ചോളൂ. അല്ല, ഞാനും പറയാൻ വന്നത്, അങ്ങയോട് സംശയം ചോദിക്കാൻ വന്നത് ഇതാണ്. ഇവരുടെ മരണം ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആണെങ്കിലും അതിനകത്തൊരു അസ്വാഭാവികത ഉള്ളതായി തോന്നുന്നു. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. എന്തായാലും എൻ്റെ ചോദ്യം മനസ്സറിഞ്ഞിട്ടെന്ന വണ്ണം അങ്ങ് മറുപടി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം വിശദമാക്കി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ ഹബ്ബും നഴ്സറിയും സർവകലാശാലയും ഒക്കെയായി മാറിയിരിക്കുകയാണ്. എന്താ പറയേണ്ടത്, ഏഷ്യയിൽ മാത്രമല്ല, ലോകത്താകമാനം ഭീകരതയുടെ വിത്ത് വിതച്ച് അതിൻ്റെ ഫലം കൊയ്ത് സ്വയം നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പട്ടിണിയും പരിവട്ടവും. എന്നാലും ഈ കുഴപ്പങ്ങൾക്കൊന്നും അവിടെ ഒരു കുറവുമില്ല. ഇനിയിപ്പോൾ എത്രയൊക്കെ തകർന്നാലും ശരി, ഞങ്ങൾ തീവ്രവാദം അവസാനിപ്പിക്കില്ല എന്നാണ് പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ ഈ ഭീകരപരിശീലന കേന്ദ്രങ്ങൾക്ക് ഇടം കൊടുത്തുകൊണ്ട്, അതിന് വളരാൻ അനുവാദം കൊടുത്തുകൊണ്ട് തെളിയിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. മസൂദ് അസറിന്റെ കാര്യത്തിൽ ചോദ്യം പ്രശാന്തിന്റെ മാത്രം ചോദ്യമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതിലും ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം ഓൾറെഡി അവർ പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നെന്നിരിക്കാം.
അതെ, എന്തായാലും അതിനുവേണ്ടി പാകിസ്ഥാനിലെ കാത്തിരിക്കാം. ഭീകര ശൃംഖലക്കേറ്റ ഒരു കനത്ത അടി തന്നെയാണ്, സംശയമൊന്നും. തീർച്ചയായിട്ടും. ശരി. നന്ദി.